ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ പരാതികളാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ വന്നാൽ ഓഫീസിൽ ആരുമില്ല, ഓഫീസ് അടച്ചിടുന്നു, ആരുമില്ല എന്നുള്ള പരാതി. ഇത് തുടർച്ചയായി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പെട്ടെന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ പരിശോധനയിലും വന്നിട്ടുള്ള പരാതികളിലെ ചില കാര്യങ്ങൾ ന്യായമാണെന്നാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ പരിശോധിക്കണം, അതിൻ്റെ രജിസ്റ്ററാണ്. ഇപ്പോൾ ഇതിൽ അറ്റൻഡൻസ് രജിസ്റ്റർ, അതുപോലെ മൂവ്മെൻറ്റ് രജിസ്റ്റർ, ഡെയിലി ക്യാഷ് രജിസ്റ്റർ, ക്യാഷ്വൽ ലീവ് രജിസ്റ്റർ, ഇ ഓഫീസ് പ്രോഗ്രസ്, ഇതിൽ ആദ്യ 4 ഇ ഓഫീസ് പ്രോഗ്രസ് ഒഴികെ മറ്റ് 4 പരിശോധിച്ചപ്പോൾ പരാതിയിൽ ചില കാര്യങ്ങൾ വസ്തുതയാണ് തോന്നുന്നത്. അപ്പോൾ ചീഫ് എഞ്ചിനീയറും കൂടി ഇങ്ങോട്ട് വരേണ്ടതുണ്ട്. വിവിധ വകുപ്പുകളുടെ ഒട്ടേറെ പ്രവർത്തികൾ ഇവിടെയുണ്ട്. ആ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളിൽ നിന്ന് വരുന്നവർക്കും ഇത്തരത്തിലൊരു നെഗറ്റീവ് അപ്രോച്ച് പൊതുവേ ഉണ്ടെന്ന് പറയുന്നു. ജീവനക്കാർ ഓഫീസിൽ വരാതെ പോകുന്നു. ഇപ്പോൾ ഇത് പരിശോധിച്ചപ്പോൾ തന്നെ ദീർഘകാലം ഏണ്ട് ലീവ് എടുത്ത ആളുകളുണ്ട്, വരാത്ത ആളുകളുണ്ട്, വന്ന് ഒപ്പിട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. രാവിലെ വരിക, ഒപ്പിടുക, പോവുക, പിന്നെ 2 ദിവസം കഴിഞ്ഞ് വരിക എന്ന രീതിയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നത് ശരിവെക്കുന്ന നിലയാണ്. വളരെ ഗൗരവമുള്ള വിഷയം. അങ്ങനെയൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്ന കാര്യമില്ല. ഇത് വന്ന് പരിശോധിച്ച് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളില്ല എന്നെങ്കിൽ ഗൗരവമുള്ള വിഷയമാണല്ലോ. ഇത് ഗൗരവമാണ്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. നമസ്കാരം. 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധി തീരുവാൻ കഷ്ടി ഏതാണ്ട് 2 ആഴ്ച മാത്രം മുന്നിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ കാര്യക്ഷമതയ്ക്ക്, മന്ത്രി എന്ന രീതിയിലുള്ള കാര്യക്ഷമതയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മികവ് ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു നാടകം സംജാതമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസിൽ മുഹമ്മദ് റിയാസ് നടത്തിയ മിന്നൽ പരിശോധന തന്നെയാണ് ഇതിന് അടിസ്ഥാനമായി എതിർകക്ഷികൾ ഉയർത്തി കാണിക്കുന്നത്. എങ്ങനെയാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പ് മന്ത്രിമാർ ബന്ധപ്പെട്ട ഓഫീസുകളിൽ മിന്നൽ പരിശോധനകൾ നടത്തുമ്പോൾ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഓടിയെത്തുക? മന്ത്രി എത്തിയതിനു ശേഷമാണ് മാധ്യമങ്ങൾ ഓടിയെത്തുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ മാധ്യമങ്ങൾ ചോദിച്ചറിഞ്ഞ് അല്ലെങ്കിൽ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് വന്നതാണ് എന്ന് പറയാൻ കഴിയും. എന്നാൽ മന്ത്രി മിന്നൽ പരിശോധന നടത്തുന്ന അതേ നിമിഷത്തിൽ തന്നെ മാധ്യമങ്ങൾ ക്യാമറയുമായി എത്തുമ്പോൾ അത് മിന്നൽ പരിശോധന നടത്തുകയല്ല, മറിച്ച് മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ട് മന്ത്രിയും പരിവാരങ്ങളും മന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് നടത്തുന്ന ഒരു നാടകം മാത്രമായി വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് ഭൂരിപക്ഷം കിട്ടി ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പോഴത്തെ മുഹമ്മദ് റിയാസിന്റെ ഈ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തെ നയിക്കുവാൻ പ്രാപ്തനായ ഒരു മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരം നാടകങ്ങൾ നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, ചില രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നും കേൾക്കുന്ന വർത്തമാനങ്ങൾ, അതായത് ഇടതുപക്ഷത്തിന് നേരിയ ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി വേണം എന്ന് ഇടത് ക്യാമ്പിൽ നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോവിൽ നിന്നോ സംസ്ഥാന സമിതിയിൽ നിന്നോ അങ്ങനെ ഒരു ആവശ്യം ഉയരുകയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോവിലും സംസ്ഥാന സമിതിയിലും സമ്മർദ്ദം ചെലുത്തി അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും ഒരു മുഖ്യമന്ത്രി ഉണ്ടാകട്ടെ, ഇടതുപക്ഷത്തിന്റെ ആദ്യത്തെ ന്യൂനപക്ഷ മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള ഒരു വിശേഷണം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നതിന് വേണ്ടി നടത്തുന്ന മറ്റൊരു നാടകം കൂടിയാണോ ഇത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയന്റെ അനാരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് 2026 നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഇനി ഇടതുപക്ഷത്തിന് ഏതെങ്കിലും കാരണവശാൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് മാറി നിൽക്കേണ്ടതായി വരും, അനാരോഗ്യം കാരണം. അഥവാ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ലാവ്ലിൻ ഉൾപ്പെടെയുള്ള കേസുകളിൽ കേന്ദ്ര സർക്കാർ പിടിമുറുക്കി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്നും, അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടി വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചാവകാശക്കാരനായി ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു അവകാശം അല്ലെങ്കിൽ താല്പര്യം ഉയർത്തി കാണിച്ചുകൊണ്ട് മരുമകനെ മുഖ്യമന്ത്രി കസേരയിൽ അരിയിട്ട് വാഴ്ച നടത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു നാടകമാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ കൊണ്ട് ഒരു മിന്നൽ പരിശോധന നടത്തിയിരിക്കുന്നത്. അതായത് സമഗ്ര മേഖലയിലും കൃത്യമായ രീതിയിൽ, അതായത് കെടുകാര്യസ്ഥതയില്ലാതെ ഒരു ഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് പ്രതിജ്ഞാബദ്ധനായിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് കേരളത്തിലെ
ഭരണനിർവഹണം നടത്തുന്നതിന് വേണ്ടി കൃത്യമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു, വിശ്രമമില്ലാതെ തന്നെ അദ്ദേഹം പണിയെടുക്കുന്നു എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള മന്ത്രിമാരിൽ നിന്ന് ഏറെ വിഭിന്നനായി അദ്ദേഹം ഊർജ്ജസ്വലതയോടുകൂടി എല്ലാ ഓഫീസുകളിലും എത്തി ഓഫീസേഴ്സിന്റെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുന്നു. ഓരോരോ വകുപ്പുകളിലും അദ്ദേഹം കൈയാളിയിരിക്കുന്ന വകുപ്പുകളിൽ ഒരു കാരണവശാലും അഴിമതിയോ അനീതിയോ നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇപ്പോഴും അദ്ദേഹം പ്രയത്നിക്കുന്നു എന്നുള്ളൊരു ചിത്രം വരുത്തി തീർക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താല്പര്യത്തോടുകൂടി ഒത്താശയോടുകൂടി തന്നെയാണോ ഇത്തരം ചില നാടകങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും കേരളത്തിൽ ഇനി 2026 ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പല സർവേകളും സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കിട്ടിയിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും ഇത് തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു കാരണവശാലും ഇടതുപക്ഷം അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിദൂര സാധ്യത അതിനുണ്ട് എങ്കിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അനാരോഗ്യം കണക്കിലെടുത്തുകൊണ്ട് ഇടതുപക്ഷത്തിന് മന്ത്രിസഭ രൂപീകരിക്കാൻ നേരിയ ഭൂരിപക്ഷമെങ്കിലും കിട്ടുകയാണെങ്കിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ മുഹമ്മദ് റിയാസിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കസേരയിൽ എത്തുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ പാർശ്വവർത്തികളും നടത്തുന്ന ചില നാടകങ്ങളുടെ ചരടുവലികളുടെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസിൽ നടത്തിയിരിക്കുന്ന ഈ സെർച്ച് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പിൽ നടത്തിയ സെർച്ചിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. മൂവ്മെന്റ് രജിസ്റ്റർ ഇല്ലേ? ഈ ഫയൽസ് ഉണ്ടോ? സമയമുള്ളപ്പോൾ തൂത്ത് വൃത്തിയായിട്ട് പഴയ ഒരു പ്രതികരണം. ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ പരാതികളാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ വന്നാൽ ഓഫീസിൽ ആരുമില്ല, ഓഫീസ് അടച്ചിടുന്നു, ആരുമില്ല എന്നുള്ള പരാതി. ഇത് തുടർച്ചയായി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പെട്ടെന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ പരിശോധനയിലും വന്നിട്ടുള്ള പരാതികളിലെ ചില കാര്യങ്ങൾ ന്യായമാണെന്നാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ പരിശോധിക്കണം, അതിൻ്റെ രജിസ്റ്ററാണ്. ഇപ്പോൾ ഇതിൽ അറ്റൻഡൻസ് രജിസ്റ്റർ, അതുപോലെ മൂവ്മെൻറ്റ് രജിസ്റ്റർ, ഡെയിലി ക്യാഷ് രജിസ്റ്റർ, കാഷ്വൽ ലീവ് രജിസ്റ്റർ, ഇ ഓഫീസ് പ്രോഗ്രസ്, ഇതിൽ ആദ്യ 4 ഇ ഓഫീസ് പ്രോഗ്രസ് ഒഴികെ മറ്റ് 4 പരിശോധിച്ചപ്പോൾ പരാതിയിൽ ചില കാര്യങ്ങൾ വസ്തുതയാണ് തോന്നുന്നത്. അപ്പോൾ ചീഫ് എഞ്ചിനീയറും കൂടി ഇങ്ങോട്ട് വരേണ്ടതുണ്ട്. വിവിധ വകുപ്പുകളുടെ ഒട്ടേറെ പ്രവർത്തികൾ ഇവിടെയുണ്ട്. ആ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളിൽ നിന്ന് വരുന്നവർക്കും ഇത്തരത്തിലൊരു നെഗറ്റീവ് അപ്രോച്ച് പൊതുവെ ഉണ്ടെന്ന് പറയുന്നു. ജീവനക്കാർ ഓഫീസിൽ വരാതെ പോകുന്നു. ഇപ്പോൾ ഇത് പരിശോധിച്ചപ്പോൾ തന്നെ ദീർഘകാലം ഏണ്ട് ലീവ് എടുത്ത ആളുകളുണ്ട്, വരാത്ത ആളുകളുണ്ട്, വന്ന് ഒപ്പിട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ രാവിലെ വരിക, ഒപ്പിടുക, പോവുക, പിന്നെ 2 ദിവസം കഴിഞ്ഞ് വരിക എന്ന രീതിയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നത് ശരിവെക്കുന്ന നിലയാണ്. വളരെ ഗൗരവമുള്ള വിഷയം. അങ്ങനെയൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്ന കാര്യമില്ല. പ്രത്യേകിച്ച് തലസ്ഥാനത്തെ ഓഫീസാണ്, പ്രധാനപ്പെട്ട ഓഫീസാണ്. കെട്ടിട വിഭാഗം എന്ന് പറഞ്ഞാൽ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളും ബിസി ഷെഡ്യൂളുമുള്ള ഒരു വിഭാഗമാണ്. ആ വിഭാഗത്തിലെ നഗര തലസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള ഓഫീസിൻ്റെ ഈ സ്ഥിതി എന്തായാലും തിരുത്തപ്പെടേണ്ടതാണ്. തയ്യാറാകാത്തവരെ അതേ അർത്ഥത്തിൽ കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ചീഫ് എഞ്ചിനീയർ എടുത്തതിൻ്റെ എല്ലാ രേഖകളും വെച്ചുകൊണ്ട് അവർ പരിശോധിച്ച് സത്വര നടപടികൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകണം. അല്ല, ഇവിടെയുള്ള ആളുകളിൽ ഇപ്പോൾ പകുതിയിലധികം ആളുകളില്ല. പിന്നെ ഉള്ളവർ തന്നെ പൂർണ്ണമായിട്ടില്ല, അവരേൽ കൃത്യമായിട്ടൊരു വിവരമില്ല. അങ്ങനെയും ഇപ്പോൾ വന്നിട്ടുണ്ട്. ആവശ്യപ്പെട്ട രേഖകളില്ലാത്ത സ്ഥിതി വരുന്നുണ്ട്. ഇത് വന്ന് പരിശോധിച്ച് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളില്ല എന്നെങ്കിൽ ഗൗരവമുള്ള വിഷയമാണല്ലോ. ഇത് ഗൗരവമാണ്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ചീഫ് എഞ്ചിനീയർ നേരിട്ട് വരികയാണ്. ചീഫ് എഞ്ചിനീയർ കൂടി നോക്കി ചെക്ക് ചെയ്ത് വേണ്ട നടപടി, ശക്തമായ നടപടി സ്വീകരിച്ചു വേണം.
ഇത്തരം തെറ്റായ പ്രവണതകളോട് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത് മറ്റെല്ലാവർക്കുള്ളൊരു സന്ദേശം കൂടിയാണ്, മറ്റെല്ലാ ഓഫീസിലുള്ള സന്ദേശമാണ്. ആ നിലയിൽ തന്നെയാണ് ഞങ്ങളിതിനെ കാണാൻ ഉദ്ദേശിക്കുന്നത്.